ब्रह्मलोके तु परान्तकाले परामृतात् परिमुच्यन्ति सर्वे चक्रं विवापं परमेत्वभूतं यत्पुण्डरीकं पुरमध्यसत्कृष्टम् तत्राविचक्रं गहनं विलोकस्तस्मिन् निगतं तत्तदुपासितव्यम् यो वेदादौ स्वरप्रोक्तो वेदान्ते प्रतिष्ठितः तस्य प्रकृतिलीनस्य परस्मैश्वरः। सीतारामगुणग्राम पुण्यारण्यविहारिणौ वन्दे विशुद्धविज्ञानौ कवीश्वरकपीश्वरौ ध्येयं सदा परिभवग्नमभीष्टदोहम् तीर्थास्पदं शिवविरिञ्जनुतं शरण्यम् भृत्यार्तिहं प्रणतपालभवाब्धिभूतं वन्दे महापुरुषते चरणारविन्दम् त्यक्त्वा सुदुस्त्यजसुरेप्सितराज्यलक्ष्मीं धर्मिष्ठ आर्यवचसा यदगादरण्यम् मायामृगं दयितयेप्सितमन्वधावत् वन्दे महापुरुषते चरणारविन्दम् यां यां दिशं भजति किं पुरुषाख्यवर्षे संसेवितो हनुमता दृढभक्तिभाजाम् सीताभिरामपरमाद्भुतरूपशाली रामात्मकः परिलसन् परिपाहि विष्णु। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। വളരെ വർഷങ്ങൾക്ക് ശേഷം വില്വാദ്രിനാഥസ്വാമിയുടെ ഈ സന്നിധിയിൽ വന്ന് ദർശിക്കാനുള്ള ഒരു മഹാഭാഗ്യം പൂർവാശ്രമത്തിൽ മുമ്പ് ഇവിടെ വരികയുണ്ടായിട്ടുണ്ട്. യത്യാശ്രമത്തിൽ സന്യാസാശ്രമത്തിൽ ഇപ്പോഴാണ് ഇവിടെ ഒരു ദർശിക്കാൻ സ്വാമിയുടെ ഒരു ആഹ്വാനം. നമ്മുടെ കേരളത്തിൽ ധാരാളം തീർത്ഥക്ഷേത്രങ്ങളുണ്ട്. വില്വാദ്രിനാഥസ്വാമിയുടെ ദർശനത്തിന് പുറപ്പെടുമ്പോൾ തന്നെ ആലോചിച്ചു, കുറേ അങ്ങോട്ട് പലതുമൊക്കെ അങ്ങോട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ക്ഷേത്രങ്ങളെയൊക്കെ ഒന്നിങ്ങനെ ചിന്തിച്ചു. അനന്തപത്മനാഭൻ മുതൽ അനന്തപത്മനാഭൻ വരെ നമുക്ക് പാലക്കാടും തൃശ്ശൂരും ഒക്കെ ആയിട്ട് ഈ വില്വാദ്രിനാഥസ്വാമി ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് വളരെ വളരെ പ്രാചീനമായ ക്ഷേത്രമായി നമുക്ക് പ്രകാശിക്കുന്നു. പാലക്കാട്ടിലെ ഇപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും പ്രാചീനമായ ക്ഷേത്രം എന്ന് നമുക്ക് പറയാം. പാലക്കാട് നിന്ന് കണക്കാക്കുകയാണെങ്കിൽ കാച്ചാങ്കുറിച്ചി പെരുമാളും വില്വാദ്രിനാഥസ്വാമിയും വളരെ പ്രാചീനമാണ്.
ശ്രീരാമനായിട്ടാണ് നമ്മളിവിടെ ഭഗവാനെ ആരാധിക്കുന്നത്. കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ രാമനെന്നും ലക്ഷ്മണനെന്നും ഭരതനെന്നും ശത്രുഘ്നെന്നും ഒക്കെ പറയും. തൃപ്രയാറാണെങ്കിലും സംഗമേശ്വരനാണെങ്കിലും ഒക്കെ വിഷ്ണുവാണ്. അതാണ് ക്ഷേത്രവിധി. ചതുർഭുജമൂർത്തിയായിട്ടാണ് ആരാധന. സങ്കല്പത്തില് രാമനായിട്ടും ലക്ഷ്മണനായിട്ടും ഭരതനായിട്ടും ഒക്കെ. അങ്ങനെയാണ് ഇവിടെ ശാസ്ത്രം നമുക്ക്. ഈ വില്വാദ്രി പരമേശ്വര സ്വരൂപമായിട്ട് തന്നെയാണ് സങ്കല്പം. ചിത്രകൂടത്തിൽ പോയാൽ അവിടെ ഒരു കാമദഗിരി ഉണ്ട്. ആ പർവ്വതത്തിലാണ് രാമൻ താമസിച്ചതായിട്ട് പറയുന്നത്. വളരെ മനോഹരമായ സ്ഥലം. വലിയ ഗുഹ. ഗുഹയ്ക്കകത്ത് തന്നെ ചെറിയ ചെറിയ തടാകമൊക്കെ ഉണ്ട്, കുളമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. സീതയ്ക്ക് സ്നാനം ചെയ്യാനൊക്കെ ആയിട്ട് സൗകര്യമുള്ള ഒരു ഗുഹ. ആ കാമദഗിരിയാണ് പ്രദക്ഷിണം ചെയ്യുക 5 കിലോമീറ്റർ. അപ്പൊ നമുക്ക് വില്വാദ്രി സ്വാമിയെ പ്രദക്ഷിണം എത്ര കിലോമീറ്ററാ? ഇവിടെ ഇപ്പോ 18 കിലോമീറ്റർ. ആ കാമദഗിരിയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ 5 കിലോമീറ്റർ വളരെ എളുപ്പമാണ്, സൗകര്യമായിരിക്കും. ഞങ്ങൾക്കൊക്കെ തിരുവണ്ണാമലയിൽ നിന്ന് പോയിട്ട് ഇങ്ങനെയാണെങ്കിൽ വേണ്ടില്ല എന്ന് തോന്നും. ഒരു 1.5 മണിക്കൂർ നടന്നാൽ മതി. തിരുവണ്ണാമലയിൽ ഒരു 3 മണിക്കൂറിലധികം നടക്കണം. അങ്ങനെ ആ കാമദഗിരി എന്താണ് അതിന്റെ വിശേഷം എന്ന് വെച്ചാൽ, ശിവനാണ് ആ ഗിരി, അദ്രി. അവിടെയാണ് ഭഗവാൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ ആദ്യമായിട്ട് താമസിക്കുന്നത്, ചിത്രകൂടം. ഭരദ്വാജൻ രാമന് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ചിത്രകൂട പർവ്വതം. അയോധ്യയിൽ നിന്നും ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ചിത്രകൂടത്തിലാണ്. പിന്നെയാണ് അടുത്തത് പഞ്ചവടിയിലേക്ക് വരുന്നത്. ഭരദ്വാജ മഹർഷിയോട് ഭഗവാൻ ചോദിക്കുകയാണ്, എനിക്ക് തപസ്സിനൊരു സ്ഥലം കാണിച്ചു തരുമെന്നാണ്. അങ്ങനെയായിരിക്കാം സ്വാമി ഇവിടെ വന്നത്, തപസ്സിനുള്ള സ്ഥലം. രാമായണത്തിലെ വനവാസം മുഴുവൻ തപസ്വികളുമായിട്ടുള്ള സത്സംഗമാണ്. രാമായണം തുടങ്ങുന്നത് തന്നെ, ഇപ്പോൾ ഭാഗവതമൊക്കെ തുടങ്ങുമ്പോൾ ഒരു ധ്യാന ശ്ലോകമുണ്ട്. രാമായണത്തിൽ ധ്യാന ശ്ലോകമില്ല, നേരിട്ട് അങ്ങോട്ട് പ്രവേശമാണ്. പക്ഷേ തപസ് എന്നാണ് ആരംഭിക്കുന്നത്. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ്, ഒരു അധ്യാത്മ ജീവിതം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് നേരിട്ട് പറയണില്ല. വാൽമീകി മഹർഷിയും ഭഗവാൻ നാരദനും ഒക്കെ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. തപസ്വാധ്യായ നിരതം. നാരദനുള്ള വിശേഷണമാണ്, വാൽമീകിയും അങ്ങനെ തന്നെ. തപസ്സും സ്വാധ്യായവുമാണ് രാമായണ ആരംഭത്തില് ഉള്ളത്. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നമുക്ക് തപസ്സിനും സ്വാധ്യായത്തിനും വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വന്ന് എത്തിപ്പെടാൻ ഇത്തിരി തപസ് വേണം. അങ്ങനെയാണ് ഈ അദ്രിയിലൊക്കെ. ഇപ്പൊക്കെ നമുക്ക് സൗകര്യമാണ്, പക്ഷെ മുമ്പൊക്കെ വില്വാദ്രിനാഥസ്വാമിയെ ദർശിക്കണമെങ്കിൽ ഇത്തിരി തപസ് വേണം. അരുണാചലത്തിൽ വരണമെങ്കിൽ തപസ് വേണം. അപ്പൊ ചിത്രകൂടത്തിൽ ഭഗവാൻ തപസ്സിനാണ് പോയത്. രാമായണം ആരംഭിക്കുമ്പോൾ തപസ്വാധ്യായം. ഇതാണ് നമുക്ക് ജീവിതത്തില്
അധ്യാത്മജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ തപസ്സും സ്വാധ്യായവുമാണ്. സ്വാധ്യായം എന്നുള്ളത് നമ്മൾ ആദ്യം എടുത്താൽ, സ്വാധ്യായം എന്ന് വെച്ചാൽ നല്ല പുസ്തകങ്ങൾ, നല്ല ശാസ്ത്രങ്ങൾ നമ്മൾ നിത്യനിരന്തരം ഒരു സാധനയായിട്ട്, ഒരു ഡിസിപ്ലിനായിട്ട് ജീവിതത്തിൽ പാരായണ നിഷ്ഠ വയ്ക്കുന്നത് സ്വാധ്യായമാണ്. ജപം സ്വാധ്യായമാണ്, ജപം തപസ്സുമാണ്. അത് നമ്മൾ പിന്നെ വരാം. അപ്പൊ സ്വാധ്യായം എന്നുള്ളത് ആരംഭത്തിൽ നമുക്ക് എന്താണ് ജീവിതം, എന്താണ് ഇതിന്റെ പ്രയോജനം, ഭഗവാൻ എന്താണ്, ഭഗവത് തത്വം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ചില ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു അധികം പേർക്കും. ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ഋഷികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെയൊക്കെ എടുത്തു മറിച്ച് നോക്കുകയേ ചെയ്യാതെ ഗൂഗിളിൽ നോക്കിയാൽ പോരാ. നിത്യ സ്വാധ്യായം ചെയ്യേണ്ട കുറച്ച് പുസ്തകങ്ങൾ. സ്വാധ്യായം, സ്വാധ്യായ നിരതം, രണ്ടർത്ഥം. സ്വാധ്യായം എന്തെങ്കിലും ഒരു ദിവസം ഒരു പുസ്തകം വായിക്കുക, അങ്ങനെയല്ല. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു സ്വാധ്യായ യജ്ഞം എന്ന് പറഞ്ഞു. സ്വാധ്യായത്തിനെ ഒരു യജ്ഞമായിട്ട് ചെയ്യാം. യജ്ഞത്തിന് ഇതൊക്കെ പ്രായോഗികമായ കാര്യങ്ങളാണ് പറയണത് കേട്ടോ. നമുക്കൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യം അത്രയേ ഉദ്ദേശിക്കണുള്ളൂ. ഒരു മണിക്കൂർ പ്രഭാഷണം എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ നമ്മൾ. അപ്പൊ സ്വാധ്യായം യജ്ഞമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗവത സപ്താഹ യജ്ഞം എന്നാണ് നമ്മൾ പറയാം. എന്താന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കുളിച്ച് വൃത്തിയായി സന്ധ്യാവധി അനുഷ്ഠാനങ്ങളൊക്കെ കഴിച്ച് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഒരു പാരായണം രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണി വരെ, ഉദയം മുതൽ അസ്തമനം വരെ ഭാഗവതം പാരായണം ചെയ്യുക. ഭാഗവത ശാസ്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞ് കേൾക്കുക. ഇത് ഒരു യജ്ഞമാണ്. നിത്യനിരത യജ്ഞം എന്ന് പറയുമ്പോൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറ്റില്ലെങ്കിലും നിത്യം ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഭാഗവതമോ രാമായണമോ ഭഗവത്ഗീതയോ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ ജീവിതത്തിൽ ദിവസം കുറച്ചു നേരമെങ്കിലുമൊക്കെ ഒന്ന് പാരായണം എന്ന് വെച്ചാൽ എന്താ അറിയോ, എഫേർട്ടില്ലാതെ പഠിക്കണതിനുള്ള പേരാണ് പാരായണം. ഋഷികൾ കണ്ടുപിടിച്ച ഒരു ലളിതമായ വഴിയാണ് പാരായണം എന്ന് പറയുന്നത്. വായിക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്തത് പഠിക്കലാണ്. അത് നല്ലവണ്ണം പഠിച്ച് 100 മാർക്ക് കിട്ടുന്ന രീതിയിൽ പരീക്ഷ എഴുതി അത് കഴിഞ്ഞതോടുകൂടെ മറന്നുപോകും. പിന്നെ അടുത്ത വർഷം അത് ചോദിച്ചാൽ അറിയില്ല. ഇത് പഠിക്കലാണ്, പുസ്തകത്തിനെ ബൈഹാർട്ട് ചെയ്തിട്ടും ഒക്കെ. അപ്പോ സർഫസ് മൈൻഡിലാണ് ആ പഠിക്കണത് നിൽക്കുന്നത്. അത് ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിയും. പഴയ മെസ്സേജ് നമ്മൾ അത് ആവശ്യം കഴിഞ്ഞു ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളയുന്ന പോലെ കളഞ്ഞു കളയും. പാരായണം എന്ന് വെച്ചാൽ നമ്മൾ മെനക്കെട്ട് പഠിക്കൊന്നുമില്ല, കഷ്ടപ്പെടുകയൊന്നുമില്ല. ദിവസം കുറച്ചായിട്ട് ഭഗവത് ആരാധനയായിട്ട് സഹജമായിട്ട് നമുക്ക് ഒരു സ്ട്രെയിനേ ഇല്ലാതെ നമ്മൾ പതുക്കെ ആ ഗ്രന്ഥത്തിനെ അനുശീലനം ചെയ്യുക. ഇതാണ് ശങ്കരാചാര്യർ ഉപയോഗിക്കുന്ന ഭാഷ. ഉപനിഷത്തിനെ അനുശീലയന്തി പ്രതിദിനം. ആര് അനുശീലനം ചെയ്യുന്നു, അനുശീലനം എന്ന് വെച്ചാൽ പ്രയത്നം കൂടാതെ ദിവസം ആ ഗ്രന്ഥത്തില് നമ്മളിങ്ങനെ ഉള്ളിൽ യാത്ര ചെയ്യാണ്. ആ ഗ്രന്ഥത്തിനെ വായിക്കുകയും മനനം ചെയ്യുകയും നല്ല ഉത്തമ ആചാര്യന്മാരിൽ നിന്നും ശ്രവണം ചെയ്യുക. ശ്രോതവ്യ, അനുപഠിതവ്യ, ആധൃതവ്യ. ഭാഗവതം പറയണത് ശ്രുതോ അനുപഠിതോ ധ്യാത ആദൃതോ വാ അനുമോദിത. ശ്രവണം ചെയ്യണം,
അനുപഠനം. അനുപഠനം എന്ന് വെച്ചാൽ സ്വാധ്യായം. പ്രതിദിനം നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോഴേ നമ്മൾ തെറ്റുകൂടാതെയാണ് വായിക്കണത് എന്ന് ഉറപ്പ് വേണമല്ലോ. നമ്മളായിട്ട് തീരുമാനിച്ചാൽ പോരല്ലോ, അല്ലേ? അപ്പോ ഒരു ആചാര്യന്റെ അടുക്കൽ കുറച്ചെങ്കിലുമൊക്കെ പഠിക്കാം. പഠിച്ച് നിത്യപാരായണം ചെയ്യാം. സഹജമായിട്ടും പതുക്കെ കുറച്ചു കുറച്ചായിട്ട് അതൊരു ആസ്വാദനമായിട്ട് ധ്യാനമായിട്ട് പാരായണം ചെയ്യുക. അതാണ് അനുപഠനം. ഇത് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വെച്ചോളൂ. ആരെങ്കിലുമൊക്കെ വായിച്ച് ഭക്തിയോടെ ഇരുന്ന് കേട്ടാൽ ആദൃത, കണ്ണ് കാണാൻ വയ്യ, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്യിപ്പിച്ച് ഭാഷ അറിയില്ലെങ്കിൽ ഇരുന്ന് കേട്ടു ശ്രദ്ധയോടെ, ആദൃത. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നടത്തുമ്പോഴെങ്കിലുമൊക്കെ ഒന്നും കളിയാക്കാതിരിക്കുക, നല്ല കാര്യം ചെയ്യണു. അനുമോദിത. നോക്കൂ, ആ ഭാവമുള്ളിൽ വരണ്ടല്ലോ, അത് നമ്മളെ ശുദ്ധമാക്കും എന്നാണ് ഭാഗവതം പറയണത്. സദ്യ പുനാതി, അപ്പൊ തന്നെ നമ്മളെ പരിശുദ്ധമാക്കും ഈ ധർമ്മം. അപ്പോ ശ്രുതോനുപഠിതോധ്യാത ആധൃതോ വാനുമോദിത സദ്യ പുനാതി സദ്ധർമ്മ ദേവവിശ്വദ്രുഹോപി. വളരെ മോശമായ ആളെ പോലും ശുദ്ധാക്കുന്ന. അപ്പൊ സ്വാധ്യായ യജ്ഞം, ഈ ദിവ്യഗ്രന്ഥങ്ങളൊക്കെ ഒന്നും വേണ്ട. ഭഗവത്ഗീത 700 ശ്ലോകം മതി. നമുക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ഗീതയിലുണ്ട്. വേദം പഠിക്കണം, അതിനൊന്നും പുറപ്പെടണ്ട. മറ്റ് ശാസ്ത്രങ്ങളൊന്നും അറിഞ്ഞില്ല, ഒന്നും കുഴപ്പമില്ല. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. എല്ലാ വേദത്തിനെയും സാരം സംഗ്രഹിച്ച് ഈ ഗീതാശാസ്ത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗീത എന്നുള്ള ഈ അമ്മ, അങ്ങനെയാണല്ലോ ധ്യാന ശ്ലോകം. മാതഃ ത്വാം അംബത്വാം അനുസന്ധതാമി, അംബത്വാം അനുസന്ധതാമി. അംബ എന്ന് വിളിച്ച് ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പോകുന്ന പോലെ, യഥാ മാതരം പര്യുപാസത്തെ യഥേഹ ക്ഷുതിതാബാലാഹ മാതരം പര്യുപാസത്തെ. വിശപ്പ് വരുമ്പോൾ കുട്ടികൾ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന പോലെ ജീവിതത്തിൽ ഇത്തിരി ദുഃഖം വിഷമമൊക്കെ വരുമ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെയാ പറഞ്ഞത്, എനിക്ക് ഇത്തിരി വിഷമമൊക്കെ വരുമ്പോൾ എനിക്കൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ അടുത്ത് പോയി ഞാൻ ഇരിക്കും എന്നാണ്. ആരാ അമ്മ എന്ന് വെച്ചാൽ ഭഗവത്ഗീത. എന്റെ പ്രശ്നം അപ്പൊ തീരും, ദുഃഖം അപ്പൊ തീരും. ഇതാണ് സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറയുന്ന യജ്ഞം ഒരു ചെറിയ തപസ്സാണ് നമുക്കത്. പക്ഷെ അതിലൊരു രഹസ്യം എന്താന്ന് വെച്ചാൽ, വീട്ടിലിരുന്ന് അത് വായിക്കുക, ഭാഗവതമോ ഗീതയോ വായിക്കുമ്പോൾ അപ്പ ടിങ് 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 എന്നടിക്കും. നമ്മൾ വീട്ടിലൊരു മഹിഷാസുരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ കൊണ്ടു നടക്കുക. അത് ശീവേലിയാണ്. മുമ്പൊക്കെ ആകുമ്പോൾ അത് പ്രതിഷ്ഠയായിരുന്നു. ഇപ്പൊ ശീവേലി ആയതുകൊണ്ട് അത് അമ്പലത്തിലായാലും എവിടെയായാലും അടിക്കും. അപ്പോ നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നിരുന്ന്, നടയിലൊക്കെ വന്നിരുന്ന് നോക്കൂ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, നല്ല ഏകാന്തമായ ഭഗവത് സന്നിധിയുള്ള സ്ഥലം, പെട്ടെന്ന് മനസ്സിലാവും. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫോണൊന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അവിടെ നമ്മളുടെ ലൗകിക വാസനകളൊക്കെ ആ ചുമരിലും ചെയറിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതൊന്നും തമാശല്ല. ഒരു കള്ളനെ കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ ഒരു കർച്ചീഫ് മണത്താ മതി നായ്ക്ക്. എന്താന്ന് വെച്ചാൽ ആ കർച്ചീഫിൽ അയാളുണ്ട്, ഒരു തുണിയിൽ അയാളുള്ളത് കൊണ്ട് അത് മണത്ത് പിടിച്ച് അയാളുടെ പുറകെ പോണില്ലേ. അപ്പൊ നമ്മളുടെ ഒക്കെ എന്തൊക്കെ ഉണ്ടാവും നമ്മളുടെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലെ ഏകാന്ത സ്ഥാനത്ത് വന്നിരുന്ന് കുറച്ചു നേരം, അപ്പൊ എന്താവും, ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രതിദിനം ഈ ഗീതാ പാരായണം, അല്ലെങ്കിൽ വില്വാദ്രിനാഥ സ്വാമിയുടെ മുമ്പിൽ വന്നിരുന്ന് രാമായണം പാരായണം. നമുക്ക് കിളിപ്പാട്ടോ അധ്യാത്മ രാമായണമൊക്കെ ആവുമ്പോൾ അതിൽ തന്നെ ഗീതയും വേദാന്തവും ഉപനിഷത്തും ഒക്കെ വരും. എല്ലാം അതിനകത്തുണ്ട്. എങ്കിലും നമുക്കൊരു ബേസിക് ആയിട്ട്, ഒരു ഫൗണ്ടേഷൻ ആയിട്ട്, ഒരു അടിത്തറയായിട്ടുള്ള ശാസ്ത്രം ഗീതയാണ്. അതുകൊണ്ടാണ് ഗീത എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഗീത പ്രതിദിനം ഒരു പാരായണം.
മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനോ മറ്റുള്ളവർക്ക് പറയാനോ വേണ്ടിയിട്ടല്ല. സ്വയം അത് നമ്മളിൽ സ്വാംശീകരിക്കണം, അബ്സോർപ്ഷൻ ഉണ്ടാവണം. അതിനു മുമ്പ് പറയാനൊന്നും പുറപ്പെടരുത്. അത് സ്വയം ഉള്ളിലാവുക, അനുഭവത്തിൽ വരിക, ജീവിതത്തിൽ വരിക. അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. നമ്മളുടെ എന്താന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പഠിച്ചാൽ തന്നെ നമ്മൾ വഴി ശരിയാവില്ല, നേരെ ഉള്ളു പോവില്ല. അത് പറയാൻ വേണ്ടിയിട്ടാവും. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ ഗീതയോ ഭാഗവതോ ഒക്കെ ഏകാന്തത്തിലിരുന്ന് കുറച്ചു നേരം പാരായണം ചെയ്യലുണ്ടല്ലോ. അർത്ഥം അറിയണമെന്ന് പോലും കുഴപ്പമില്ല, അറിയണമെന്ന് പോലും ഇല്ല. ചൈതന്യ മഹാപ്രഭു ദക്ഷിണദേശത്തിലേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ ശ്രീരംഗത്തിൽ വന്നു. ശ്രീരംഗത്തിൽ വന്ന് കൂടെ ഭക്തന്മാരും ഒക്കെ ആയിട്ട് വളരെ ഭാവുകനായി രംഗനാഥനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന മഹാവിദ്വാൻമാരൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ ചിലരിങ്ങനെ വട്ടം കറങ്ങി പോയിട്ട് ചെവി പൊത്തിക്കൊണ്ട് കർണകഠോരം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്തേ? അവിടെ ഒരാളിരുന്ന് ഭഗവത്ഗീത വായിക്കണു, വ്യാസന് തന്നെ മറന്നുപോകും അത് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണോ വായിക്കണത്? എല്ലാം തെറ്റിയിട്ടാണ് വായിക്കണത്. അപ്പോ ചൈതന്യ മഹാപ്രഭു അങ്ങോട്ട് ചെല്ലുമ്പോണ്ട് ഒരാള് ഒരു മൂലയ്ക്കിരുന്ന് ഗീത വായിക്കാണ്. പക്ഷെ കണ്ണിന്ന് ഇങ്ങനെ കൊടകൊടാ കണ്ണീര് വരുന്നുണ്ട്. വളരെ ഭാവുകനാണ്. ഈ പറഞ്ഞ പോലെ പ്രതിശ്ലോകം അബദ്ധവത്യപി യസ്മിൻ പ്രതിശ്ലോകം അബദ്ധമതി. അങ്ങനെ അബദ്ധമായിട്ടാണ് വായിക്കണത്. അപ്പോ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇയാൾ വായിക്കണതല്ല, ഇയാളുടെ ഭാവം, ഇയാളുടെ ഹൃദയത്തിലുള്ള ഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ചൈതന്യദേവൻ പതുക്കെ അയാളുടെ അടുത്ത് ചെന്ന് ഒരു സന്യാസി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അയാള് നമസ്കരിച്ചു. ആ വൈഷ്ണവൻ നമസ്കരിച്ചു. അയാളെ എണീപ്പിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നീ എന്താണ് വായിക്കണത്? അയാൾ പറഞ്ഞു, ഭഗവത്ഗീത. കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ കുറെ ആളുകൾ പറയും ഇങ്ങനെ. അപ്പൊ തന്നെ പറയും ഭഗവത്ഗീത എന്ന് പറഞ്ഞു. ശരി. അപ്പോ എന്തു മനസ്സിലായിട്ടാ ഇപ്പൊ ഇങ്ങനെ ഈ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് വരണമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഞാൻ എവിടെ പോയി വായിച്ചാലും ആളുകൾ ചീത്ത പറയും. വായിക്കണതിന്റെ യോഗ്യത കൊണ്ടാണ്. പോയി സ്ഥലത്ത് എവിടെ ഇരുന്ന് വായിച്ചാലും ആളുകൾ ചീത്ത പറയും, ഓടിച്ചു വിടും. അപ്പൊ ഞാൻ ആരും കഷ്ടിച്ച ആരും ഉപദ്രവിക്കാത്തൊരു സ്ഥലം എനിക്കാണോ വായിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ മൂലയ്ക്ക് വന്നിരുന്ന് വായിക്കുകയാണ്. ഇപ്പൊ എന്തിനാപ്പോ വായിക്കണ? അല്ല, എനിക്ക് ആ ഗീത അങ്ങോട്ട് തുറക്കുമ്പോ തൊടുമ്പോ തന്നെ ആ നീലമേഘശ്യാമളനായ കൃഷ്ണൻ അർജുനന് ആ ഗീത ഉപദേശിക്കുന്നത് ഒരു ഭാവം എൻ്റെ ഉള്ളിൽ വരണു. ഞാനത് എൻ്റെ ഹൃദയത്തിൽ കാണുന്നു. എനിക്കിങ്ങനെ കണ്ണിൽ കണ്ണീര് വരുന്നു, ഭക്തി വരുന്നു, ഭാവം വരണു. ഇവരൊക്കെ പറഞ്ഞു, നീ ഗീത തൊട്ട അടിക്കുന്നൊക്കെ പറയണു ആളുകൾ. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ഈ മൂലയ്ക്ക് വന്നിരുന്ന് വായിക്കണം. എനിക്ക് ആ ഭഗവാന്റെ ആ നീലമേഘ രൂപം എൻ്റെ ഉള്ളിൽ വരണു, ആ ഭാവം വരണം. ചൈതന്യ മഹാപ്രഭു ആ ഭക്തനെ അങ്ങനെ നല്ല ബലമായി ഗാഠമായി ആലിംഗനം ചെയ്തു, കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, ഇതാണ് ഇതിന്റെ ലക്ഷ്യാർത്ഥം, ഇതിന്റെ സാരം. ഇത് അർത്ഥമൊക്കെ അറിയുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിലൊരു ഭാവം വരണില്ല. സാരം, ആ ഭഗവത് അനുഭൂതിയാണ് ഇതിന്റെ എസൻസ്, ഇതിന്റെ സാരം. അത് തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭക്തനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. എത്രയും അപ്പോ നമ്മൾ തെറ്റുമോ എന്ന് പേടിക്കൊന്നും വേണ്ട.
നമുക്ക് വാസ്തവത്തിലുള്ള ഭാവം ഹൃദയത്തിലുണ്ടെങ്കിൽ വില്വാദ്രിനാഥ സ്വാമി കേൾക്കാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് തെറ്റി വായിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെറ്റി വായിക്കണം എന്നില്ല. നല്ലവണ്ണം പഠിക്കുക എന്നുള്ളത് ഒരു തപസ്സാണ്. അപ്പൊ സ്വാധ്യായം എന്നുള്ളത് ഒരു യജ്ഞമാണ്. നമ്മളുടെ ജീവിതത്തിൽ കുറച്ചു നേരം സ്വാധ്യായത്തിനായിട്ട് ചെലവാക്കും. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞല്ലോ, സ്വാധ്യായം കഴിഞ്ഞ് നമ്മൾ നല്ലവണ്ണം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ, ഗീത പഠിച്ചാൽ അറിയും എന്താണ് ഗീതയുടെ സാരം എന്ന് വെച്ചാൽ, ഭാഗവതത്തിൽ വ്യാസൻ പറഞ്ഞു, കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യമേ അസ്തു. ആ അർജുനന്റെ കുമതി എന്ന് വെച്ചാൽ കുത്സിത ബുദ്ധി, അജ്ഞാനം, അവിദ്യ. ആ അവിദ്യയെ അപഹരിച്ചു എന്നാണ് കൃഷ്ണൻ. അർജുനന്റെ ഉള്ളിലുള്ള അജ്ഞാനം, അവിദ്യ, അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടായത്, ശോകം. അതിന്റെ റിസൾട്ട് എന്താ? ശോകമാണ്. ഗീത എന്തിനാ ഉപദേശിച്ചത്? ശോകം നീക്കാനായിട്ടാണ്. അശോച്യാനന്വശോചസ്ത്വം എന്നാണ് ആരംഭിച്ചത്. അവസാനിക്കുമ്പോ മാ ശുചഃ. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു ന അനുശോചിതും അർഹസി, നാനുശോചിതും അർഹസി. തത്ര കാ പരിദേവന. എന്തിനാ കരയണത്, എന്തിനാ ശോകം, എന്തിനാ ദുഃഖം? ദുഃഖിക്കരുത് എന്ന് ഇങ്ങനെ ആര് പറയും അല്ലേ? രാമായണത്തിലാവട്ടെ ഭഗവാൻ സ്വയമേവ ഒന്ന് കരഞ്ഞു. സീതാവിരഹത്തില് ഒരുപാട് കരഞ്ഞു. കരയേണ്ടതൊക്കെ രാമായണത്തിൽ കരഞ്ഞു തീർത്തു. നോക്കൂ, വളരെ ആശ്ചര്യമാണ്. രാമായണത്തിൽ ഒരുപാട് കരഞ്ഞു, കൃഷ്ണായനത്തില് കരയില്ലാന്ന് തീരുമാനിച്ചു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദുഃഖമാണ്. അമ്മയും അച്ഛനും ഒക്കെ ജയിലിലാണ്, എന്നിട്ടും കരയില്ല. ആനന്ദമാണ് കൃഷ്ണാവതാരത്തിൽ. രാമാവതാരത്തിൽ ഭഗവാന് ശോകം, ഭഗവാൻ തന്നെ പറയുന്ന ശോകം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശോകം പോകും. അതാണ് അതിന്റെ സീക്രട്ട്. നമ്മളുടെ ശോകം കൊണ്ട് രാമായണത്തിൽ പോയാൽ രാമൻ പറയുന്നു, ശോകാനുശോകോ ഹി പരമ്പരായാം മാമേതി ഭിന്ദൻ ഹൃദയം മനശ്ശ നമദ്വിദോ ദുഷ്കൃത കർമ്മകാരി മന്യേ ദ്വിതീയോസ്തി വസുന്ധരായ. സീത അപഹരിക്കപ്പെട്ടപ്പോ ജടായു മരിച്ചു. അപ്പോഴാണ് പറയണത് ലക്ഷ്മണന്റെ അടുത്ത് പറയണത്, നോക്കൂ, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പറയണ പോലെയാ പറയണ. നമദ്വിദോ ദുഷ്കൃത കർമ്മകാരി മന്യേ ദ്വിതീയോസ്തി വസുന്ധരായാം. ഈ ഭൂമിയിൽ എന്നെപ്പോലെ ഒരാളില്ലാന്ന് തോന്നുന്നു. കാരണം നോക്കൂ, ശോകത്തിന് മേലെ ശോകം, ശോകത്തിന് മേലെ ശോകം. അച്ഛൻ മരിച്ചു, രാജ്യം നഷ്ടായി, സീതാ നഷ്ട, മൃതോ ദ്വിജ, ഈദൃശീയം മമ അലക്ഷ്മീ ദഹേദപിച്ച പാവകം. ഞാൻ അഗ്നിയിൽ ചാടിയ അഗ്നി കത്തിപ്പോകുന്നു. നമ്മൾ തന്നെ ശോകം കൊണ്ടാണ് രാമായണം വായിക്കുന്നത് അല്ലേ? അപ്പോ രാമന്റെ ശോകം കേട്ട് കഴിഞ്ഞാൽ ഒരു രഹസ്യമുണ്ട് അതിൽ. വാൽമീകി ചെയ്ത ഒരു വലിയ മാജിക് എന്താന്ന് വെച്ചാൽ, ആ ശോകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശോകം പോകും, ശാന്തി വരും. ആ ശോകരസത്തിന് പുറകില് രാമായണത്തിന്റെ മുഖ്യ രസം ശാന്തിയാണ്. വനവും തപസ്സും ശാന്തിയുമാണ് രാമായണത്തിലെ മുഖ്യ രസം. കൃഷ്ണാവതാരത്തിലെ ആനന്ദമാണ്. ആനന്ദത്തിൽ മനസ്സൊന്ന് തുള്ളും, ശാന്തിയില് മനസ്സ് അടങ്ങിപ്പോകും, നിശ്ചലമാവും. രാമാവതാരത്തിലെ ശാന്തിയാണ്. പ്രസന്നമുദധിം യഥാ. രാമനെ വർണ്ണിക്കുന്നത് വാൽമീകി പറയണത് നല്ല അലയില്ലാത്ത കടല് പോലെ നിശ്ചലം. ഗംഭീരം നിശ്ചലം, അലയില്ലാത്ത കടല് പോലെ നിശ്ചലം. സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തഃശീതളതാച ഇന്ദോ ഇവോദേതി വിചാരിണ. സമുദ്രം പോലെ ഗംഭീര പുരുഷൻ, മേരുപർവ്വതം പോലെ ദൃഢം. താൻ ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ചലനമില്ല. ലക്ഷ്മി ചന്ദ്രാദപേയാദ് വാ ഹിമവാൻ വാ ഹിമം ത്യജേത്.
അതീയാത് സാഗരോ വേളാം ന പ്രതിജ്ഞാമഹം പിതുഹു. രാമാവതാരത്തില് ഭഗവാന്റെ ദാർഢ്യം മേരുപർവ്വതം പോലെ. ശാന്തിയാണ് മുഖ്യരസം. ആ ശാന്തിയുടെ രഹസ്യമാണ് നമ്മൾ ഗീതയിൽ കാണുന്നത്. കാരണം എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അശാന്തസ്യ കുതസുഖം. പട്ടാഭിഷേകം എന്ന് പറഞ്ഞു, കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ചെറിയ ഒരു കാര്യം കിട്ടാന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ജീവിതം മുഴുവൻ പോയ പോലെയാ തോന്നണം. ഇത് പറഞ്ഞു സുരേപ്സിത രാജ്യലക്ഷ്മി. നാളെ വലിയ രാജാവേണ്ട ആളാണ്. രാവിലെ എണീറ്റ് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവാണ്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ വന്നത്. ആണല്ലോ അല്ലേ? അങ്ങനെയാണ് ദക്ഷിണ ദിക്കിലേക്കൊക്കെ വന്നത്. ഇവിടെയൊക്കെ വന്ന് വിൽവാദ്രിയിലൊക്കെ വന്നിരുന്നു. നമുക്ക് ഈ ദക്ഷിണ ദിക്കൊക്കെ ദണ്ഡകാരണ്യാണ്. ഇവിടെ രണ്ടു കൂട്ടരാണ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിൽ. ഒന്ന് മഹർഷികള്, തപസ്വികള്, ജ്ഞാനികള്, ആചാര്യ പുരുഷന്മാര്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു കൂട്ടർ രാക്ഷസന്മാര്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. ആചാര്യ പുരുഷന്മാരൊക്കെ ഇങ്ങനെയാണ്. ആചാര്യ പുരുഷന്മാരും ഭക്തന്മാരും ജ്ഞാനികളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ധാരാളം മറ്റേ കൂട്ടരുണ്ട്. അപ്പൊ ഇത് എല്ലാ കാലത്തും നമുക്ക് അങ്ങനെ തന്നെയാണ്. അവര് വേഷം മാറി വരുന്നതാണ് ഭട്ടതിരി പറയണത്. രാമാവതാരത്തില് കൊന്നു കഴിഞ്ഞപ്പോ ആ സ്റ്റേജിന്റെ പുറകിൽ പോയിട്ട് വേഷമൊക്കെ മാറ്റിയിട്ട് അടുത്ത റോളിന് വരുന്ന പോലെ കൃഷ്ണാവതാരത്തിൽ വന്നു അത്രേ. എന്താ ശ്ലോകം? സാന്ദ്രാനന്ദ തനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താപി കർമ്മശേഷവശതഃ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിത ഭൂമിപ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഹി പുരൈവാഗതൈഹി എന്നാണ്. അപ്പോ ത്വത്കൃത്താപി കർമ്മശേഷവശതഃ, അങ്ങ് അവരെയൊക്കെ വധിച്ചുവെങ്കിലും അവർക്ക് കർമ്മം ബാക്കിയുള്ളത് കൊണ്ട് ഒന്നും മരിച്ചില്ല, പിന്നെയും വരികയാണെന്നാണ്. അപ്പൊ ജ്ഞാനം നേടുന്നവരെ വരും. അപ്പോൾ അങ്ങനെ വന്ന് അന്നൊക്കെ രാജാക്കന്മാരായിട്ടൊക്കെ ഇരിക്കും. ഇന്ന് ഇലക്ഷന് നിൽക്കും. കാര്യം മാറണു, അത്രയേ ഉള്ളൂ. ആ കൂട്ടരുണ്ടെന്നാണ് അവിടെ, അവരുണ്ട്. അപ്പോ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ രാമാവതാരത്തിൽ ഇങ്ങോട്ട് വന്നു. തപസ്സിനും സ്വാധ്യായത്തിനും നല്ലതാണെന്നാണ് നമ്മളുടെയൊക്കെ നാട്. ഇന്നും നോക്കൂ, കേരളത്തിൽ കാണുന്ന പോലെ ഇത്രയൊക്കെ ഭാഗവതം വായിക്കുക, എല്ലാവരും ഇരുന്ന് വായിക്കൊന്നും കാണില്ല അവിടെ. അപ്പൊ ഭാഗവതം, ഗീത ഒക്കെ നമുക്ക് ഭാഷ്യകാരൻ തന്നെ കേരളത്തിൽ നിന്നാണല്ലോ. ശങ്കരാചാര്യസ്വാമികൾ കേരളത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ ശാസ്ത്രജ്ഞാനമൊക്കെ ഇവിടെ നിന്നാണ് നമുക്ക്. അപ്പൊ ഗീത ആചാര്യസ്വാമികൾ പറഞ്ഞു. അപ്പൊ ഇതിൻ്റെയൊക്കെ സാരം അറിയണമെങ്കിൽ നമുക്ക് ഗീത അറിയണം. ശോകം നിവൃത്തിയാകണമെങ്കിൽ ഗീത അറിയണം. സ്വാധ്യായം. ശോകനിവൃത്തിക്ക് ആത്മജ്ഞാനം വേണം. അതിന് സ്വാധ്യായത്തിന്റെ അടുത്ത സ്റ്റെപ്പ് തപസ്. തപസ്സെന്ന് വെച്ചാൽ തപ എന്നുള്ള ശബ്ദത്തിന് തിരിച്ചിട്ടാൽ പത എന്നാവും. ചുവട്ടിൽ വീണ് കിടക്കുക. വീണ് കിടക്കുന്ന സ്ഥലത്ത് നമ്മളെ ഉയർത്തുന്നതൊക്കെ തപസ്സാണ്. ഇപ്പൊ സ്വാധ്യായവും ഒരു തപസ്സാണ്. ഭാഗവതം രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുക ഒരു തപസ്സാണ്. ഏകാദശി ഉപവാസം തപസ്സാണ്. കുറച്ച് മൗനം ഉണ്ടെങ്കിൽ തപസ്സാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിപ്ലിനാണ് തപസ്. നമുക്ക് ഭഗവതാരാധനയ്ക്ക് തപസ് നമ്മളെ ക്രമേണ മനസ്സിനെ ശാന്തമാക്കി നിശ്ചലമാക്കി ആത്മജ്ഞാനത്തിന് വഴി കാണിച്ചു തരും. തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. ഉപനിഷത്ത് പറഞ്ഞു തപസ്സുകൊണ്ട് ബ്രഹ്മത്തിനെ അറിയാനായിട്ട് ശ്രമിക്കൂ എന്നാണ്. അപ്പൊ തപസ് എന്താണ്? എന്തൊക്കെ ഡിസിപ്ലിൻ ഉണ്ടോ അതൊക്കെ തപസ്സാണ്. മനസ്സിനെ നിയമനം ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതൊക്കെ തപസ്സാണ്. നമ്മളുടെ ശോകം നിവർത്തിപ്പിക്കുന്നത് തപസ്സാണ്. അതിന് ആദ്യപടിയാണ് സ്വാധ്യായം. എന്നുവെച്ചാൽ
ഈ നല്ല ഗ്രന്ഥങ്ങളിലൂടെയും സത്സംഗത്തിലൂടെയും ഒക്കെ ജീവിതത്തിനെ ഒന്ന് മനസ്സിലാക്കുക, അധ്യാത്മ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഒരുപാട് വാനപ്രസ്ഥാശ്രമികളെയൊക്കെ രാമൻ കാണുന്നുണ്ട് കാട്ടിൽ. അങ്ങനെ ഒരാളാണ് ശബരി. ശബരി വയസ്സായ അമ്മയുടെ അടുത്ത് രാമൻ വന്ന് സംസാരിക്കുമ്പോൾ തപസ് എങ്ങനെയുണ്ട്, സ്വാധ്യായം എങ്ങനെയുണ്ട്, ആഹാര നിയമം എങ്ങനെയുണ്ട്. നോക്കൂ, ആ അമ്മയ്ക്ക് ചിലപ്പോൾ 100 വയസ്സ് പോലും ആയിട്ടുണ്ടാവും. അവരോട് ചോദിക്കുക ആഹാരമൊക്കെ നിയന്ത്രണത്തിൽ വന്നു എന്നാണ്. അപ്പോ ഒരു ആഹാര നിയന്ത്രണം ആവാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് അർത്ഥം. അപിതേ നിയമാഹ പ്രാപ്ത ആഹാരശതപോധനേ. നിയമങ്ങളൊക്കെ സിദ്ധിച്ചു എന്നാണ്. നിയമം എന്താന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക എന്നൊരു നിയമം തന്നെ നമുക്ക് സിദ്ധിക്കില്ല. 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിക്കും, അലാമൊക്കെ വയ്ക്കും. അത് രാവിലെ 4 മണിക്ക് കറക്റ്റായിട്ട് അലറും. അതിനൊരു ആശീർവാദം കൊടുത്തിട്ട് വീണ്ടും ഉറങ്ങും. പിന്നെ എവിടെ അല്ലേ? അപ്പോൾ എണീറ്റാലും ഒരു ദിവസം 2 ദിവസം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിന് ലീവായി. അങ്ങനെ അല്ലാതെ നിയമം എന്ന് വെച്ചാൽ പ്രതിദിനം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ള ഒരു നിയമം. ആ നിയമം നമ്മൾ വീഴും, പലപ്പോഴും മറന്നുപോകും, വയ്യാതാവും. അതൊക്കെ പതുക്കെ 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 നിയമപ്രാപ്തിയാണെന്നാണ്, ഡിസിപ്ലിൻ നേടിയെടുക്കുകയാണ്. ശരീരത്തിനെ നമ്മൾ പറയണ രീതിയിൽ കേൾക്കാൻ പഠിപ്പിക്കുകയാണ്. ശാസ്ത്രം പറയുന്ന രീതിയിൽ കേൾക്കാൻ ഒരു ജയമാണ്, ചാലഞ്ചാണ്. സെൽഫ് ചാലഞ്ചിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചാലഞ്ച് ചെയ്യല്ല, അവനവനെ തന്നെ ചാലഞ്ച് ചെയ്യാണ്. സാധിക്കുമോ നോക്കട്ടെ, സാധിക്കുമോ നോക്കട്ടെ. അതും പ്രത്യേകിച്ച് ഒരു വയസ്സായി കഴിയുമ്പോൾ നല്ല ചാൻസാണ്. അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഭംഗി എന്താ അറിയോ? നമ്മളൊക്കെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ വയസ്സാവുമ്പോൾ നല്ല സൗകര്യമായിട്ട് ജീവിക്കണം, അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കണത്. പക്ഷെ നമ്മുടെ ശാസ്ത്രം പറയണത് നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ മിഡിൽ ഏജിലൊക്കെ സൗകര്യമായിട്ട് ജീവിക്കുക, വയസ്സാവുമ്പോൾ എത്ര അസൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്ര അസൗകര്യമായിട്ട് ജീവിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇനി ശരീരത്തിന്റെ കോപ്പറേഷൻ കുറയും. ശരീരം നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ നമ്മള് ശരീരം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പഠിക്കണം. അപ്പൊ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടാവുന്നതാണ്. നേരത്തെ പച്ചവെള്ളത്തിൽ കുളിക്കലും, ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടാക്കരുത്, ഇതൊക്കെ ഭാഗവതം പറയണുണ്ട് വാനപ്രസ്ഥ നിയമത്തിൽ. എന്തിനാന്ന് വെച്ചാൽ ശരീരം വീക്കാവുമ്പോ ഇച്ഛാശക്തിക്ക് ബലം വെക്കണം, വേറെ വഴിയില്ല. ശരീരം വീക്കാവും, ഇനി ക്ഷീണിച്ചു പോകും. അപ്പോ ഇച്ഛാശക്തിക്ക് ബലം വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ആനന്ദം ഉണ്ടാവും. ഇതൊരു ശാസ്ത്രമാണ്, ഒരു വലിയ ശാസ്ത്രമാണത്. അപ്പോ വയസ്സാവുമ്പോ വിൽ പവർ, നമ്മളുടെ ധൃതി, ഇച്ഛാശക്തിയെ കൂട്ടിക്കൊണ്ടേ വരണം. എന്താന്ന് വെച്ചാൽ അത് ആന്തരികമാണ്. അതിന് വയസ്സാവും തോറും ബലം കൂടി വരും. പക്ഷെ ശരീരം വയസ്സാവും തോറും ക്ഷീണിച്ചു വരും, ഒന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് വാനപ്രസ്ഥം, റിട്ടയർമെന്റ് കഴിയുമ്പോൾ ആണ് ജീവിതത്തിന്റെ മാധുര്യം എന്നാണ് ശാസ്ത്രം പറയണം. നമ്മളൊക്കെ എന്താണ് യൗവനത്തിലാണ് മാധുര്യം അല്ലേ? വയസ്സായ ആളുകളെ വെച്ച് ആരെങ്കിലും സിനിമ എടുക്കുമോ? എല്ലാവരും യുവാക്കളെ വെച്ചിട്ടാണ് എടുക്കുക അല്ലേ? വാർദ്ധക്യത്തിലാണ് മാധുര്യം എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല, നേടിയെടുക്കാനില്ല, ആയിത്തീരാനില്ല, സമയം ഇഷ്ടം പോലെ കിടക്കണം. അപ്പോൾ ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ ഭഗവാനെ ആരാധിക്കുന്നു, നിയമങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ്, നിഷ്ഠ കൊണ്ടുവരികയാണ്. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു ആനന്ദമാണ്. എന്താന്ന് വെച്ചാൽ എണീച്ച ഉടനെ ഇനിയിപ്പോ ഭഗവത് ആരാധനയാണ്, ധ്യാനമാണ്, സദ്ഗ്രന്ഥ പാരായണമാണ്, സത്സംഗമാണ്. ഒന്നും ചെയ്തു തീർക്കാനില്ല, എവിടെയും പോവാനില്ല, ആരുടെടുത്തും ഒന്നും ചുമതലയില്ല എന്നൊക്കെ വരുമ്പോൾ വലിയ സ്വാതന്ത്ര്യമാണ്. അത് യുവാവിനില്ല, ബാലനില്ല. ഒരു കൊച്ചുകുട്ടിക്ക് സ്കൂളിൽ പോകണം, വലിയവര് പറഞ്ഞാൽ കേൾക്കണം. കുട്ടികളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. രാമൻ യോഗവാസിഷ്ടത്തിൽ രാമൻ പറയണു, ശൈശവോ അത്യന്ത ദുഷ്കര. നമ്മൾ പറയണു കുട്ടികൾക്ക് നല്ല സുഖമാണ്. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവരെ കൊണ്ടൊരു നോവൽ എഴുതാൻ പറഞ്ഞാൽ മതി. ഈ മുത്തശ്ശനെ കൊണ്ടുള്ള ഉപദ്രവം, അമ്മയെ കൊണ്ടുള്ള ഉപദ്രവം, അച്ഛനെ കൊണ്ടുള്ള ഉപദ്രവം, ഏട്ടനെ കൊണ്ടുള്ള ഉപദ്രവം, സഹപാഠികളുടെ ഉപദ്രവം, പരീക്ഷ, സ്കൂള് ഇതുകൊണ്ടുള്ള ഉപദ്രവം, ബാഗും തൂക്കി രാവിലെ ഉറങ്ങാൻ പറ്റില്ല, എണീപ്പിച്ചു വിടും.
അവർ ഉറങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, നമുക്ക് ഉറങ്ങണം എന്ന് തോന്നുമ്പോൾ അവർ സ്കൂളിൽ പോകാൻ പറയും. ബാല്യത്തിന്റെ കഷ്ടം എന്ന് പറയണ രാമൻ. കളിക്കണം എന്ന് തോന്നും, അവർ കളിക്കരുത്, പഠിക്കുക എന്ന് പറയും. ഇങ്ങനെയൊക്കെ കുട്ടികളുടെ ബുദ്ധിമുട്ടാണ്, ചെറിയ ചെറിയ കുട്ടികൾ. അപ്പോ ബാല്യത്തിലുമല്ല, യൗവനത്തിൽ എത്ര ബുദ്ധിമുട്ടുകളാ. വാർദ്ധക്യം അതീവ മധുരമാണെന്നാണ്. അയം തു ഇതം തു അമൃതം പ്രാഹുഹു. രാമായണത്തില് നോക്കൂ, ഇത് ഒന്നും എവിടെയും കിട്ടില്ല നമുക്ക്. രാമൻ പറയാണ്, നോക്കൂ ഈ ഋഷികളൊക്കെ എങ്ങനെ ജീവിക്കുന്നു വാനപ്രസ്ഥാശ്രമത്തില്. ഇതാണ് ഹേ സീതയെ അമൃതം. സത്സംഗത്തില് അധികം പേരും അങ്ങനെ ആയതുകൊണ്ട് നല്ല സന്ദേശമാണത്. അപ്പോ ഇതം തു അമൃതം പ്രാഹുഹു ഋഷയ തത്വദർശിന. അവരൊക്കെ പറയണത് ഇത് അമൃതം എന്ന് പറയണമെന്നാണ്. എന്ന് വെച്ചാൽ വാർദ്ധക്യമാവുമ്പോ അങ്ങനെ ഏകാന്തമായിട്ട്, ഇതുപോലെ ഈ സിറ്റിയിലൊന്നും ഇല്ലാതെ, സിറ്റിയും ടൗണും ഒക്കെ തിരക്കിയിട്ട് നിൽക്കാൻ സ്ഥലമില്ല. ഇത് നോക്കൂ, ഇത്ര ഏകാന്തമായ രമ്യമായ പ്രദേശം, അവിടെയൊക്കെ ഇരുന്ന് ഭഗവാനെ ആരാധിക്കാം. തപസ് ചെയ്യാൻ ട്രെയിനിങ് ആണ്. ഇപ്പൊ കുളിക്കുക, ആഹാര നിയമം. ഭാഗവതം പറയണ വയസ്സാവുമ്പോ പതുക്കെ പതുക്കെ ആഹാരമൊക്കെ പഴവും ഇതൊക്കെ കഴിച്ച് പഴകണം എന്നാണ്. എന്താന്ന് വെച്ചാൽ കടിക്കൊന്നും വേണ്ടല്ലോ. പല്ലൊക്കെ പോകുമ്പോൾ നല്ല സൗകര്യമാണ്. അപ്പൊ പഴമൊക്കെ കഴിച്ച് പഴകണം. അൺകുക്ക്ഡ് ഫുഡ് എന്നാണ്. പാചകം ചെയ്യാതെ സൂര്യപക്വമായിട്ടുള്ള അന്നം അതൊക്കെ കഴിച്ച് പഴകം, പതുക്കെ, ഒന്നും ധൃതി കൂട്ടരുതെന്നാണ്. അങ്ങനെ അപ്പോൾ മനസ്സിന് ശരീരത്തിന് നല്ല ലാഘവമുണ്ടാവും. തപസ് ചെയ്യുമ്പോ എന്താണ് അതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, വർണ്ണപ്രസാദ, സ്വരസൗഷ്ഠവം ച എന്നൊക്കെയാണ് ഉപനിഷത്ത് പറയണത്. ശ്വേതാശ്വതര ഉപനിഷത്ത്. ശരീരം വളരെ ലഘു. വയസ്സാവുമ്പോൾ അങ്ങനെ ആയാൽ നല്ല സുഖമല്ലേ അല്ലേ? ശരീരം ലഘു, നല്ല ആരോഗ്യം, വർണ്ണപ്രസാദ. ആ ആളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. തപസ്സോടെ ഇരിക്കുമ്പോൾ ആ വർണ്ണം, ശരീരത്തിലുള്ള നിറം പോലും ഒരു തെളിച്ചം വരും. ശബ്ദത്തിന് മാധുര്യമുണ്ടാവുന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ലക്ഷണമാണ്. യോഗപ്രവൃത്തി എന്നാണ് പറയണത്. അപ്പൊ യോഗപ്രവൃത്തിയാണ് ഇതൊക്കെ. അപ്പോ മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവും. തപസ് ചെയ്ത് ജീവിക്കാൻ ട്രെയിനിങ് ആണ്. ആഹാരശുദ്ധി 1. 2 നിദ്ര. നിദ്രയെ വേണ്ട സമയത്ത് കൊടുത്താൽ സത്സംഗത്തിൽ ഉറങ്ങില്ല. ജപിക്കുമ്പോൾ ഉറക്കം വരില്ല, പൂജ ചെയ്യുമ്പോൾ ഉറക്കം വരില്ല. സമയത്തിന് ഉറങ്ങണം. ആവശ്യത്തിന് ആഹാരം കഴിക്കണം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ഇതൊക്കെ തപസ്സിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യുക്തമായ നിദ്ര, യുക്തമായ ആഹാരം, യുക്തമായ ജീവിതചര്യ. ഇതോടുകൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ഭഗവതാരാധനയ്ക്ക്. ഏറ്റവും എളുപ്പമായ വഴി ജപമാണ്. എല്ലാവർക്കും ചെയ്യാവുന്ന വഴി ജപം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. എല്ലാ യജ്ഞങ്ങളും വെച്ച് ഞാൻ ജപയജ്ഞമാണ് എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മൾ വില്വാദ്രിനാഥ സ്വാമിയുടെ സന്നിധിയിലാണ്. ഇവിടെ ആഞ്ജനേയന്റെ സന്നിധി, ഹനുമാന്റെ സന്നിധിയിൽ ദർശിച്ചിട്ടാണല്ലോ പോണത്. എന്താന്ന് വെച്ചാൽ ജപനിഷ്ഠനാണ് ഹനുമാൻ. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമം ആനന്ദ നിഷ്യന്തകന്തം പിബന്തം നമന്തം സുദന്തം ഹസന്തം ഹനുമന്തമന്തർഭജേതം നിതാന്തം. ശങ്കരാചാര്യസ്വാമികൾ ശ്രീരാമഭുജംഗത്തിൽ ഹനുമാൻ എങ്ങനെ രാമനാമം ജപിക്കുന്നു എന്ന് പറയാം. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമം ആനന്ദ നിഷ്യന്ത കന്ദം. ആനന്ദ നിഷ്യന്ത കന്ദം, ആനന്ദം ഇങ്ങനെ തേനായിട്ട് ഒഴുകുന്ന ഒരു കന്ദം, ഒരു പുഞ്ചൻ ആയിട്ടുള്ള രാമനെ ആനന്ദത്തോടുകൂടെ അനുഭവിച്ച് സദാ രാമ രാമ രാമേതി
ഹനുമാൻ അങ്ങനെ ജപിക്കുകയാണ്. അപ്പോ ആഞ്ജനേയന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കും സിദ്ധിക്കേണ്ടത് എന്താ? രാമനാമം. ഒരു 30 വർഷം മുമ്പ് ഒരു ദിവസം ഈ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് വന്നു. കൂടെ വയസ്സായ ഒരു തപസ്വിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തപസ്സിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു സ്ഥലമൊക്കെ നോക്കി പുഴയുടെ തീരത്തായിട്ട് വേണമെന്നൊക്കെ അന്ന് സ്ഥാപിച്ചില്ല. പിന്നെ അദ്ദേഹം തിരിച്ചുപോയി വേറെ സ്ഥലത്ത് പോയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 20 വർഷം ഓരോ ദിവസവും 1,00,000-ലധികം രാമനാമം, അങ്ങനെ 20 വർഷം കൊണ്ട് 100 കോടി രാമനാമം ജപം ചെയ്തു അദ്ദേഹം. 100 കോടി രാമനാമം. സ്വയമേവ ആഹാരം, ഒന്നിനും പണിക്കാറില്ല, ജോലിക്കാരില്ല, പാചകത്തിന് ആളില്ല, ഒന്നുമില്ല. അതൊക്കെ തുടങ്ങിയത് ഏകദേശം 60 വയസ്സിന് ശേഷമാണ്. അപ്പോൾ വയസ്സായ ആളുകൾക്ക് ഒന്ന് പ്രചോദനമാണത്, ഒന്ന് ആലോചിച്ചോളാം. സ്വയം സാധനങ്ങൾ അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, പാചകം ചെയ്യും, 10-200 നമസ്കാരം ചെയ്യും, പഞ്ചായതന പൂജ ചെയ്യും, ശിവപൂജ ചെയ്യും, അടിച്ചുതളി വൃത്തിയൊക്കെ ആക്കും. അതിൻ്റെ കൂടെ തന്നെ ജപമൊക്കെ നടക്കും. ഇരുന്നിട്ടുള്ള ജപം മാത്രമല്ല, തൻ്റെ പ്രതിദിനം ഉള്ള അനുഷ്ഠാനങ്ങൾ വേറെയുണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ രാവിലെ 4 മണിക്ക് തുടങ്ങി രാത്രി 9 മണിയായി ഉറങ്ങും. രാവിലെ 4 മണിയായി ഫ്രഷായിട്ട് എണീക്കും. അങ്ങനെ ആ വയസ്സായ കാലത്ത് നല്ല ആരോഗ്യത്തോടു കൂടെ 20 വർഷം ഒരു ജലദോഷം, ഒരു പനി എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അനുഷ്ഠാനം മുടങ്ങിയെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ 20 വർഷം പ്രതിദിനം 1,00,000-ലധികം ജപം. അങ്ങനെ 100 കോടി ത്യാഗരാജസ്വാമികൾ 96 കോടി രാമനാമം ജപിച്ചു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തുടങ്ങിയതാണ്. മൂപ്പര് സങ്കല്പം തീരുമാനിച്ച് 100 കോടി രാമനാമം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അദ്ദേഹത്തിന് 90 വയസ്സ് ഏകദേശം ആവുന്നത് വരെ ഈ ജപവും നിഷ്ഠയൊക്കെ ഒരുമാതിരി ഭംഗിയായിട്ട് നടന്നു. ആ നിഷ്ഠ ഇനിയിപ്പോ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇത്തിരി വയ്യാതായത് ശരീരം. അതുവരേക്ക് ശരീരത്തിനും വയ്യായില്ല, സ്വയം പാകം. നോക്കൂ, ഈ തപസ്സിന് ഏറ്റവും അനുകൂലം സ്വയമേവ ആഹാരം പാചകം ചെയ്ത് കഴിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹെൽത്ത് നന്നായിട്ടിരിക്കും, ആരോഗ്യം, ജപനിഷ്ഠ നന്നായിട്ടിരിക്കും. അപ്പോ അങ്ങനെ ഭഗവൻ നാമ ജപം എന്നുള്ള ഒരു തപസ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിങ്ങനെ ഇരുന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അത് അമ്പലത്തിൽ വന്നിങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ജപിക്കാം. ഇരുന്ന് കുറച്ചൊരു അരമണിക്കൂർ ജപിക്കാം, പ്രദക്ഷിണം ചെയ്ത് ഒരു 1 മണിക്കൂർ ജപിക്കാം. ആളുകൾ കയ്യിലൊരു വാച്ച് കെട്ടിയിട്ട് 10,000 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടണ്ട. ആ കണക്കെടുക്കുക ഒന്നും വേണ്ട. ഇങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമുക്ക് എത്ര സ്റ്റെപ്പായി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 10,000 ജപിക്കുമെന്ന് തീരുമാനിച്ചാലുണ്ടല്ലോ 1 മണിക്കൂറാവും, അല്ലെങ്കിൽ 3/4 മണിക്കൂർ ആവുമെന്ന് വെച്ചോളൂ. ആ സമയം കൊണ്ട് എത്ര വാക്കിംഗ് ആവും, ധ്യാനവും ആവും. അപ്പൊ നിങ്ങൾ നടക്കുകയാണെന്നൊന്നും നിങ്ങൾക്ക് തോന്നില്ല. ഇത്രയും നല്ല ഇതിനുമാണ് ഈ ക്ഷേത്രവും ഈ പ്രദക്ഷിണവും ഒക്കെ. മനസ്സിനും ശാന്തി, ശരീരത്തിനും ആരോഗ്യം, ഭഗവത് ആരാധനയും നടക്കും. ഈ ബുദ്ധമതത്തിലൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ ഭിക്ഷുക്കൾ അവരുടെ വിഹാരത്തിന്റെ ഉള്ളില് നമ്മളുടെ പ്രദക്ഷിണം പോലെ അവർക്കുണ്ട്. അങ്ങോട്ട് നടക്കും. അപ്പൊ അവര് ആ നടന്ന് ധ്യാനിക്കണത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യമാണ്. വലിയ അമ്പലം, ചുറ്റും അങ്ങനെ വടക്കുനാഥന് ചുറ്റും ഒരു പ്രദക്ഷിണം, അല്ലെങ്കിൽ ഇപ്പൊ വില്വാദ്രി സ്വാമിയുടെ ചുറ്റും പ്രദക്ഷിണം, ഇടയിൽ കുറച്ച് പടി കയറി പോണം, അത് കുറച്ച് നല്ലതുമാണ്. അങ്ങനെ അമ്പലം ചുറ്റി ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് ഒരു നിഷ്ഠ, പ്രതിദിന നിഷ്ഠയായിട്ട് ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് ഒരു 3/4 മണിക്കൂർ, ഭഗവത്ഗീത പാരായണം ഒരു 3/4 മണിക്കൂർ. അങ്ങനെ ജീവിത ചിട്ട എങ്ങനെ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ ഓരോ ദിവസവും നമുക്ക് അമൃതമായിട്ടിരിക്കും. ഓരോ ദിവസവും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം എന്നുള്ളതൊരു എക്സ്റ്റസി ആയിട്ടിരിക്കും. ഒരു ഭാവുകാഹ രസികാഹ ഭുവി ഭാവുകാഹ. നാരായണീയത്തിലെ
ഭട്ടതിരി ഭാഗവതത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ശ്രീകൃഷ്ണത്വത് പദോപാസനം അഭയതം. അങ്ങനെ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുമ്പോ നസ്ഖലേത്ത് നപതേത്ത് എന്നാണ്. ഒരു സ്ഥലത്ത് അയാൾ വീണുപോവില്ല. അയാളെ ഭഗവാനാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജപം ചെയ്യും. ജപം ക്രമേണ നിങ്ങൾ ധ്യാനിക്കാനൊന്നും പുറപ്പെടണ്ട, ജപം ചെയ്താൽ മതി. വായു കൊണ്ട് ജപിച്ചാൽ മതി. നാവൊന്ന് വേണ്ടു ഹരിനാരായണായ നമ. അങ്ങനെ വായു കൊണ്ട് ജപിച്ച് 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 പ്രാക്ടീസ് ചെയ്തു. ക്രമേണ മനസ്സത് പിടിച്ചെടുത്ത് മനസ്സ് ജപിക്കും. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ പോലും സ്വപ്നത്തിലൊക്കെ പോലും ജപം വരും. സ്വപ്നത്തിൽ നമ്മൾ അധ്യാത്മമായിട്ട് പുരോഗമിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഓക്കാനം വരണ പോലെ എണീക്കില്ല. അവിടെ മനസ്സ് ശരിയില്ല എന്നുള്ളതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങി എണീക്കുമ്പോൾ ആകെപ്പാടെ നമ്മൾ തന്നെ ഒരു ഓക്കാനം വരണ പോലെയാണ് എണീക്കണത്. നമ്മളുടെ മുഖം കണ്ടാൽ മറ്റുള്ളവർക്ക് ഓക്കാനം വരും ഇല്ലേ? കൊച്ചു കുട്ടികൾ ഉറങ്ങി എണീക്കണത് കണ്ടിട്ടുണ്ടോ? ഫ്രഷായിട്ട് സൂര്യോദയം പോലെ എണീക്കും കുട്ടികൾ. ചില കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരും. അത് അവരുടെ ഉള്ളിലുള്ള വേദനയാണ്. അപ്പൊ മുഖം പ്രസന്നമായിട്ടാണ്, ഫ്രഷായിട്ട്. എന്താന്ന് വെച്ചാൽ രാത്രി ഉറക്കത്തിലൊക്കെ ആ മന്ത്രം ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കവും ഒരു സമാധിയാണ്. എണീക്കുമ്പോ ആ സ്പന്ദനത്തോടുകൂടെ എണീക്കും. അപ്പോ ഉറക്കത്തിലും നമുക്ക് ആ ധ്യാനസുഖം ഉണ്ടാവും. രാവിലെ നമ്മൾ തുടങ്ങി നമ്മളുടെ ജീവിതം ഉണ്ണുമ്പോഴും മറ്റുമൊക്കെ ഈ ജപം നടന്നുകൊണ്ടേയിരുന്ന ആഹാരം പാചകം ചെയ്യുകയാണെങ്കിൽ, ഭഗവൻ നാമം ജപിച്ചുകൊണ്ടാണ് പാചകം ചെയ്യണതെങ്കിൽ ആഹാരം ശുദ്ധാവും. കഴിക്കുന്ന ആളുകൾക്ക് സ്വയമേവ ചിത്തശുദ്ധി വരും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ചില ആഹാരമൊക്കെ നല്ല രുചിയായിരുന്നു, പക്ഷെ അകത്ത് ചെന്നിട്ട് ഒരു പെരട്ടല്, ഗൂഡ്സ് വണ്ടി പോലെ ശബ്ദം ഉണ്ടാക്കണു. എന്താന്ന് വെച്ചാൽ ആ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന ആളുകളുടെ മനസ്സാണ് എന്റെ ജന്മം ഇങ്ങനെ പോയി, അടുക്കളയിൽ തന്നെ പോയി, വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗി പ്രാഗി പ്രാഗി. അത് ഉരുളക്കിഴങ്ങല്ല, ബോംബാണ്. അതിലൊക്കെ തന്നെ ആവാഹനം ചെയ്ത് എന്താ ഈ പറയാൻ നമ്മളത്, ഈ തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ വില്ലിശൂന്യം വെക്കുക എന്ന് പറയും. നമ്മളെന്താ പറയുക അവിടെ, കൂടോത്രം. ഈ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കൊക്കെ കൂടോത്രം ആക്കിയിട്ട് തന്നാൽ ഇത് കഴിക്കുന്ന ആളുകളുടെ കാര്യം എന്താവും ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വയറ്റിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ ഇറാനിൽ നിന്ന് വന്ന് വീണ സാധനങ്ങൾ പോലെയാണ് ഉള്ളിൽ പോയിട്ട് വയറിൽ വീണതേ. വയറ് കത്തും. അപ്പൊ ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാ സ്മൃതി, സ്മൃതേ ലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആഹാരശുദ്ധൗ സത്വശുദ്ധി, ആഹാരം ശുദ്ധമായ നമ്മളുടെ ഉള്ളിലെ സത്വമാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. സത്വമാണ് മനസ്സിന്റെ ശാന്തിയുടെ ലക്ഷണം. സത്വം എന്ന് വെച്ചാൽ ബാലൻസ് ആണത്. സത്വം ബാലൻസ് ആണ്. അപ്പൊ ആഹാരം ശുദ്ധമായി കഴിഞ്ഞാൽ സത്വഗുണം ഉള്ളിൽ തെളിഞ്ഞു വരും. ആഹാരം ശുദ്ധമാണെങ്കിൽ പാചകം ചെയ്യുന്ന ആള് വളരെ മുഖ്യമാണ്. ആഹാരത്തിന്റെ ക്വാളിറ്റി വളരെ മുഖ്യമാണ്. പിന്നെ കഴിക്കുന്നത് എത്ര കഴിക്കണമെന്നുള്ളതും മുഖ്യമാണ്. സാത്വികമാണെന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആവുന്നതിലധികം വലിച്ചു കയറ്റിയാൽ അപ്പോഴും പറ്റില്ല. അപ്പൊ യുക്താഹാര, യുക്തവിഹാര, യുക്തചേഷ്ട, യുക്തകർമ്മ. അപ്പൊ യുക്തമാണ്, മോഡറേഷനാണ്, സാത്വികമാണ്. ഭഗവൻ നാമം ജപിച്ചുകൊണ്ടാണ് ആഹാരം പാചകം ചെയ്യുന്നതെങ്കിൽ ആ അമ്മമാർക്ക് വേറെ ഒന്നും വേണ്ട. കേരളത്തിൽ പഴയ കാലത്തുള്ള ആചാരമാണ്. തേവാരമൊക്കെ തന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് പൂജ, അങ്ങോട്ട് തേവാറാണ്. ഇങ്ങോട്ട് ഭഗവാനെ ആരാധിക്കും, അങ്ങോട്ട് ഭഗവാനെ അന്നം നേദിക്കും, അന്നം ഉണ്ടാക്കും. രണ്ടും ഒരേ സ്ഥലത്ത് നടക്കും. അടുക്കള തന്നെയാണ് പൂജാ റൂം. ഏറ്റവും മുഖ്യം അതാണ്. പലർക്കും ഭഗവാൻ വയറിലേക്കാണ് എൻ്റർ ചെയ്യുക.
ആഞ്ഞന്തിരുമേനിയൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ആ നേദ്യം കഴിച്ച് അതാണ് ഒരു വഴിക്കാണ് ഗുരുവായൂരപ്പൻ ഉള്ളിൽ കയറിയത്. ഔദര്യോ ബ്രഹ്മഭാവന, ഉദരത്തിലേക്കാണ് ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോ ആഹാരശുദ്ധി, ഭഗവൻ നാമജപം, ഇത് രണ്ടും നല്ലവണ്ണം ചെയ്താൽ ഉള്ളിൽ മനസ്സെന്ന് പറയുന്നത് ചിത്തവൃത്തികളാണ്, തോട്ട്സാണ്. ശാന്തിയില്ല, സമാധാനമില്ല എന്ന് പറയണു. എന്താ സമാധാനം? ചിത്തവൃത്തിയാണ്, തോട്ട്സാണ്. അപ്പൊ ആ ചിത്തവൃത്തികൾ ഒന്നുമില്ലെങ്കിലോ മനസ്സ് ശാന്താണ്. അപ്പൊ ഭഗവൻ നാമ ജപം എന്നുള്ള ആ സ്പന്ദനം ഉള്ളിൽ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരുന്നാൽ മറ്റ് ചിത്തവൃത്തികളൊന്നും വരില്ല. നമുക്ക് തന്നെ നമ്മളെ സമാധാനമായിട്ട് ശാന്തിയോടെ വെക്കാനുള്ള വഴി അറിയാം. ജപം ഇങ്ങനെ ഉള്ളിൽ ഓടിക്കൊണ്ടേയിരുന്നാൽ മതി. എളുപ്പ വഴിയാണത്. നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴും ജപം ചെയ്യാം, ട്രെയിനിൽ പോകുമ്പോൾ ജപിക്കാം, ഓഫീസിൽ പോകുമ്പോൾ ജപിക്കാം, കാർ ഓടിച്ചുകൊണ്ട് ട്രാഫിക് ജാം ആണെങ്കിൽ ധാരാളം ജപം ചെയ്യാം. ഒരു വിഷമല്ല. നിങ്ങൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും ഒരുപാട് തപസ് നടക്കും. നിങ്ങൾക്ക് മറ്റു സമയത്തൊന്നും നോക്കൂ, വൃന്ദാവനത്തിലെ ഒരു സ്വാമി, ഒരു പരമഭക്തൻ, ഹരിനാമ ജപമാണ് അദ്ദേഹത്തിന്റെ നിഷ്ഠ. പല സ്ഥലത്തിരുന്ന് ജപിച്ച ആളുകളൊക്കെ ഇദ്ദേഹം ഒരു വലിയ മഹാത്മാവാണെന്ന് അറിഞ്ഞ് തിരക്ക് കൂടി ഉപദ്രവിക്കാൻ തുടങ്ങി. അത് എവിടെ പോയാലും ആളുകൾ ചെന്ന് എത്തും, നമസ്കരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹം അവസാനം ഏകാന്ത സ്ഥലങ്ങൾ പല സ്ഥലവും കണ്ടുപിടിച്ചു. എവിടെ ചെന്നാലും ആളുകൾ കൂടും. അപ്പൊ അദ്ദേഹം അവസാനം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, ആരും കയറാൻ കൂട്ടാക്കാത്ത ഒരു പഴയ കക്കൂസ്, ശരിക്കുള്ളതാ, ഒരു ലെട്രിൻ, നാറുന്ന സ്ഥലം, അതിനകത്ത് ഉപേക്ഷിച്ചതാണ്. അതിനകത്ത് കയറിയിരുന്ന് അദ്ദേഹം ഭഗവൻ നാമ ജപം തുടങ്ങി. ഇപ്പൊ അതൊരു കോവിലാണ്, അമ്പലാണ്. എന്താന്ന് വെച്ചാൽ അതിലുള്ള ഓരോ കല്ലും അദ്ദേഹത്തിന്റെ ജപനിഷ്ഠ ഭഗവൻ നാമത്തിന് പിടിച്ചെടുത്തു. അപ്പോ നമ്മള് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശുദ്ധമായ സ്ഥലം വേണം, ഇല്ലെങ്കിലോ നമ്മൾ ജപം ചെയ്യുന്നത് കൊണ്ട് ആ സ്ഥലം ശുദ്ധമായിക്കൊള്ളും. അപ്പൊ ഭഗവൻ നാമ ജപം എന്നുള്ളത് വളരെ സരളമായ ലളിതമായ ഒരു ഉപായം. അങ്ങനെ ജപം ചെയ്ത് പഴകി കഴിയുമ്പോ മനസ്സ് ശാന്തമാവും, ശരീരത്തിലൊക്കെ അതിന്റെ സ്പന്ദനം ഉണ്ടാവും, ഉറക്കത്തിലൊക്കെ അതിന്റെ സ്പന്ദനം ഉണ്ടാവും, സ്വപ്നമൊക്കെ ശുദ്ധാവും. നോക്കൂ, നമ്മൾ ബാക്കിയൊക്കെ ജാഗ്രതയിലല്ലേ പറ്റുള്ളൂ, പൂജയൊക്കെ. ഇത് സ്വപ്നത്തിലൊക്കെയൊക്കെ പ്രവേശിക്കും, സ്വപ്നമൊക്കെ ശുദ്ധാവും, മനസ്സ് ശാന്താവും. അങ്ങനെ നമുക്ക് ആ സ്പന്ദനം ഒരു സുഖം തരും ഉള്ളിൽ. നമുക്ക് തന്നെ ഒരു വഴിയുണ്ട്, നമുക്കൊരു പിടിയുണ്ട് ഉള്ളില്. തിരുനാവുക്കരശു സ്വാമികൾ പറഞ്ഞു, കല്ല് കെട്ടി കടല് താഴ്ത്തിയാലും എനിക്ക് ഭയമൊന്നുമില്ല എന്നാണ്. കറ്റുണൈ പൂട്ടി ഓർ കടലിനുൾ പായ്ച്ചനും നട്ടുണയാവത് നമശിവായവേ. എന്നെ കല്ല് കെട്ടി കടലിൽ താഴ്ത്തിയാലും ഞാൻ ആ നമശിവായ എന്ന് പറഞ്ഞ് പൊങ്ങി വരും. അത്ര ധൈര്യമാണ്. ആ ഭഗവൻ നാമത്തിലെ പഞ്ചാക്ഷരത്തിലുള്ള പിടിയാണ്, ജപനിഷ്ഠ. ശങ്കരാചാര്യർ പറഞ്ഞു, പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം. പഞ്ചാക്ഷരം എന്നുള്ള പഞ്ചരം എന്ന് വെച്ചാൽ കൂട്, അതിനകത്ത് പാർവതി പരമേശ്വരന്മാരുണ്ട് എന്നാണ്. പാർവതി പരമേശ്വരന്മാരെ എങ്ങനെ അനുഭവിക്കും? പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം. അതിനകത്ത് രാമ എന്നുള്ള ആ ദ്വയാക്ഷരി ഉണ്ടല്ലോ, അതിനകത്തുണ്ട് ഭഗവത് തത്വം. അങ്ങനെ ഭഗവൻ നാമ ജപം കൊണ്ട് മനസ്സ് ശാന്തമാകും, ധ്യാനസിദ്ധി ഉണ്ടാവും. മനസ്സ് നിശ്ചലമായി കഴിയുമ്പോൾ, മനസ്സ് ശാന്തമാകുമ്പോൾ, ചിത്തവൃത്തികളൊക്കെ അടങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളില് ശുദ്ധ ചൈതന്യ ജ്യോതി ഹൃദയത്തിൽ പ്രകാശിക്കും. ആത്മ അനുഭൂതി നമുക്കുണ്ടാവും. ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല, ആ ശുദ്ധ ചൈതന്യമാണെന്നുള്ള അറിവ്, സാക്ഷാത്കാരം ഉള്ളിലുണ്ടാവും. സമാധി അനുഭവം ഉണ്ടാവും ഉള്ളില്. ആ സൗഖ്യം അല്പമെങ്കിലുമൊക്കെ രുചിച്ചു നോക്കിക്കഴിയുമ്പോൾ സ്വയമേവ നമ്മള്
അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത്തിരി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സകൃതധന വിധൂത ദ്വന്ദ്വധർമാ വിനഷ്ടാഹ. ഭാഗവതം പറഞ്ഞു സകൃതധന വിധൂത, ഒരു പ്രാവശ്യം അല്പം അതങ്ങോട്ട് ഒന്ന് രുചിച്ചു കഴിഞ്ഞാൽ ദ്വന്ദ്വധർമാ വിനഷ്ടാഹ. തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നുള്ള ഈ പിടിയൊക്കെ വിട്ടുപോയി നാം സ്വതന്ത്രമായി. അപ്പൊ ആ സകൃതധനം അല്പമെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ആ രുചി ഉള്ളിൽ കാണണം. ആ ഭഗവൻ നാമ ജപത്തിന്റെ രുചി, ഭഗവത് ധ്യാനത്തിന്റെ രുചി, യോഗത്തിന്റെ രുചി, ഭക്തിയോഗത്തിന്റെ രുചി, അത് ക്രമേണ ഉള്ളില് ജ്ഞാനത്തിന് വഴിയാക്കും. ശുദ്ധമായ ചൈതന്യത്തിന്റെ അനുഭൂതി ഉള്ളിൽ ഉണ്ടാവും. ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള നമ്മുടെ സ്വരൂപം ഉള്ളിൽ പ്രകാശിക്കും. നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ ആത്മാവാണ് ഞാനെന്നുള്ള അനുഭവം ഉള്ളിലുണ്ടാവും. ജനന മരണാദികളെ കടന്നിട്ടുള്ള തന്റെ സ്വരൂപം ഉള്ളിൽ പ്രകാശിക്കും. തപസ്വാധ്യായം നമ്മളുടെ ജീവിതത്തിനെ പരിപൂർണമാക്കി തീർക്കും. ജീവിത സാഫല്യം, ധന്യത ഉള്ളിലുണ്ടാവും. ധന്യത, അതാണ് അതിന്റെ വാക്ക്. ധന്യത അകമയ്ക്കുണ്ടാവും. ഒരു തികവ്, ഒരു നിറവ് നമ്മളുടെ ഉള്ളിൽ വരും. സമൃദ്ധി, ശാന്തി സമൃദ്ധമൃതം ഇതി പ്രാചീന യോഗ്യ ഇതി ഉപാസ്വൻ. സമൃദ്ധമായ ശാന്തി എന്ന് ബ്രഹ്മത്തിനെ ഉപാസന ചെയ്യുന്നു. ബ്രഹ്മത്തിനെ എങ്ങനെ ഉപാസന ചെയ്യും, ധ്യാനിക്കും? സമൃദ്ധമായ ശാന്തി. ബ്രഹ്മം എന്താണ്? സമൃദ്ധമായ ശാന്തിയാണ്. ശിവൻ എന്താണ്? സമൃദ്ധമായ ശാന്തിയാണ്. വിഷ്ണു എന്താണ്? സമൃദ്ധമായ ശാന്തിയാണ്. നിറഞ്ഞു നിൽക്കുന്ന ശാന്തിയായിട്ട് ആത്മാവിനെ ഉപാസന ചെയ്യൂ എന്നാണ്. ആ ശാന്തി ഭഗവത് സ്വരൂപമാണ്. അതാണ് രസായനമയീ ശാന്തി. വസിഷ്ഠൻ രാമനുമായിട്ട് സംവാദം ചെയ്യുമ്പോൾ വരുന്നതാണ് രസായനമയീ ശാന്തി. വലിയ ആയുർവേദ രസായനം പോലെ ടോണിക്കാണെന്നാണ് ശാന്തി. പരമാനന്ദദായിനി ആനന്ദയതി നാനന്ദയതി കം നാമ സാധുസംഗമ ചന്ദ്രിക. സത്സംഗത്തിൽ ഉണ്ടാവുന്ന ആ ശാന്തി ഉണ്ടല്ലോ, അതൊരു രസായനം. ജീവിതത്തിൽ ധന്യത, നമുക്ക് പരമശാന്തി, സന്തോഷം വരും. ഇതിന് നമ്മൾ ഇന്ന് പറഞ്ഞ രീതിയിൽ തപസ്വാധ്യായ നിരതന്മാരായിട്ട് ഇരിക്കണം. ഭഗവാന്റെ അടുക്കൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതാണ്. നിത്യനിരന്തരമായി സദ്ഗ്രന്ഥ പാരായണവും സത്സംഗവും ഭഗവൻ നാമജപവും ആഹാരശുദ്ധിയും നിദ്ര മുതലായ വിഹാരങ്ങളിലുള്ള നിഷ്ഠയും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം ധന്യമാവാനുള്ള ശാസ്ത്രമാണത്, സയൻസാണത്. ഇത് നമുക്ക് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ശരിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അധ്യാത്മജീവിതം. അതിന് ഭഗവാൻ നമുക്ക് ശക്തി തരട്ടെ. അത് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ യൗവനമോ വാർദ്ധക്യമോ എല്ലാ ദശയിലും നമുക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിവ്യ സന്നിവേശത്തിൽ വിൽവാദ്രിനാഥസ്വാമിയുടെ ഈ സന്നിധിയിൽ വന്ന് സ്വാമി ദർശനം ചെയ്ത് നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് കുറച്ചു നേരം ഭഗവത് സ്മരണ ചെയ്യാനുള്ള ഈ അലൗകിക സന്ദർഭത്തിന് തന്ന സ്വാമിക്കും സ്വാമിയുടെ ആജ്ഞയോടുകൂടെ അതിനുവേണ്ടി ഉദ്യമിച്ചിട്ടുള്ള ഇവർക്കൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ സമർപ്പണം ചെയ്യാണ്. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.